ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ് ഫിഖ്ഹിലെ ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ പാഠങ്ങൾ നമുക്കൊന്ന് പഠിച്ചോ എന്ന് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് മനസ്സിലാക്കിയാലോ. അപ്പോൾ എക്സാം ആണല്ലോ വരുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഈ ചോദ്യപേപ്പറൊക്കെ ഉപകാരപ്പെടുത്താം. ഇതിൻ്റെ ബാക്കി ഇതുപോലുള്ള ചോദ്യപേപ്പറുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താവുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താണ് ചോദ്യം? സാധാരണ 6-7 ദിവസം രക്തം വരാം. എന്തിനാണ് സാധാരണ 6-7 ദിവസം രക്തം വരുന്നത്? എന്തിനാണ്? ഹെലിനാണ് അല്ലേ? ഇസ്തിഹാല രോഗരക്തമാണ്. പിന്നെ നിഫാസ് അത് സാധാരണ എത്രയാണ്? 40 ദിവസമാണ്. കുറഞ്ഞത് 1 നിമിഷം, സാധാരണ 40 ദിവസം, കൂടിയാൽ 60 ദിവസം. ഹെല് സാധാരണ 6-7 ദിവസം, കുറഞ്ഞത് 24 മണിക്കൂർ, കൂടിയാൽ 15 ദിവസം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. പിന്നെന്താണ് രണ്ടാമത്തത്? ഹയലുകാരി നിസ്കാരം ഖളാ വീട്ടുന്നതിൻ്റെ വിധി എന്ത്? എന്താണ് ഹയലുകാരി നിസ്കാരം ഖളാ വീട്ടുന്നതിൻ്റെ വിധി? ഹറാമാണ്. ഹയലോ നിഫാസോ ഉള്ളപ്പോൾ ഹയലുകാരി നിസ്കാരം, നോമ്പ് എന്നിവ നിർവഹിക്കൽ ഹറാമാണ്. ആ സമയത്ത് നിസ്കാരം ഖളാ വീട്ടലും ഹറാമാണ്. എന്നാൽ നോമ്പ് ഖളാ വീട്ടണം. അപ്പം അത് അതിൻ്റെ കൂടെ മനസ്സിലാക്കുക. പിന്നെന്താണ്? വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ എന്ത് ചെയ്യണം? അശുദ്ധികൾ 2 വിധമാണ് അല്ലേ? ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയും. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ വുളൂ ചെയ്യണം. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ എന്താണ്? കുളിക്കണം. അപ്പോൾ അത് അടയാളപ്പെടുത്താം. പിന്നെന്താണ്? ഹലാലിൻ്റെ മറ്റൊരു പേരെന്ത്? എന്താണ് ഹലാലിൻ്റെ മറ്റൊരു പേര്? ഹലാലിൻ്റെ മറ്റൊരു പേര് മുബാഹ് അല്ലേ? മുബാഹ് എന്താണ്? കറാഹത്ത് അതിൻ്റെതാണ് എന്ത്? മക്രൂഹ്. കറാഹത്തിന് മക്രൂഹ് എന്ന്. പിന്നെ മന്ദൂബിന് സുന്നത്ത് എന്നാണ് മറ്റൊരു പേര്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാജിബിന് ഫർള് എന്നും മന്ദൂബിന് സുന്നത്ത് എന്നും മുബാഹിന് ഹലാലി എന്നും മറ്റൊരു പേരുണ്ട്. അതേപോലെ കറാഹത്തിന് മക്രൂഹ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. പിന്നെന്താണ്? ചെറിയ അശുദ്ധി ഉള്ളവർക്ക് ഹറാമാകും. എന്താണ് ചെറിയ അശുദ്ധി ഉള്ളവർക്ക് ഹറാമാകുന്നത്? ചെറിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ ഉളൂ ഇല്ലാത്ത അവസ്ഥയാണ്. അവർക്ക് ഹറാമാണ് എന്ത്? ഖുർആൻ തൊടൽ, മുസഫ് തൊടൽ അവർക്ക് ഹറാമാണ്. എന്നാൽ മുസഫ് പാരായണം അത് ഉളൂ ഇല്ലാത്തവർക്ക് ഓതാം. നമ്മൾ ഖുർആൻ മനപ്പാഠം പഠിച്ചവർക്ക് ഓതാൻ ഉളൂ ആവശ്യമില്ല. അതുപോലെ നോമ്പ് അതിനൊന്നും ഉളൂ ആവശ്യമില്ല. ചെറിയ അപ്പോൾ അത് മനസ്സിലാക്കാം. പിന്നെന്താണ്? പൂരിപ്പിക്കുക. എന്താണ്? ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ വുളൂ ചെയ്യണം എഴുതാം. ഇതുപോലെ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കണം എന്നൊക്കെ വരാം. പിന്നെന്താണ്? ഇസ്തിഹാലത്തിൻ്റെ സമയത്ത് ഡാഷ് ഒഴിവാക്കാൻ പാടില്ല. എന്ത്? നിസ്കാരം, നോമ്പ് എന്നിവ ഒഴിവാക്കാൻ പാടില്ല. ഇസ്തിഹാലത്തിൻ്റെ സമയത്ത് നിസ്കാരം, നോമ്പ് എന്നിവ ഒഴിവാക്കാൻ പാടില്ല. ഡാഷ് ഒഴികെ ഹജ്ജിൻ്റെ കർമ്മങ്ങളെല്ലാം ചെയ്യുക. സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്ത് പറഞ്ഞിട്ടാണ്? തവാഫ് ഒഴികെ ഹജ്ജിൻ്റെ കർമ്മങ്ങളെല്ലാം ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് തവാഫ് ഒഴികെ എന്ത് എഴുതാം. അടുത്തതാ ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. എന്താണ്? ഹെല് നിഫാസ് ഉള്ളവർക്ക് മാത്രം ഹറാമാകുന്ന കാര്യം. ഹെല് നിഫാസ് ഉള്ളവർക്ക് മാത്രം ഹറാമായ ഒരു കാര്യം എഴുതാൻ. എന്താ എഴുതാം നമുക്ക്? അപ്പം നമ്മൾ പാഠത്തിലൊരു ചാർട്ട് തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലേ? നിസ്കാരം, തവാഫ്, സുജൂദ്, മുസഫ് തൊടൽ, മുസഫ് എടുക്കൽ, ഖുർആൻ പാരായണം, നോമ്പ്, ഇതൊക്കെ ഹെല് നിഫാസ് ഉള്ളവർക്ക് ഹറാമായ കാര്യങ്ങൾ. അപ്പോൾ അതിൽ നിന്ന് ഒന്ന് എഴുതി കൊടുത്താൽ മതി. നിസ്കാരം എഴുതാം, നോമ്പ് എഴുതാം, ഒക്കെ എഴുതാം. മനസ്സിലാക്കാം. അതുപോലെ തന്നെ വലിയ അശുദ്ധി ഉള്ളവർക്ക് ഹറാമായ കാര്യങ്ങൾ, ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമായ കാര്യങ്ങൾ, ജനാപത്തുള്ളവർക്ക് ഹറാമായ കാര്യങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കി അവിടെ പഠിച്ചാൽ ഇതുപോലെ എഴുതാൻ വന്നാൽ നമുക്ക് എഴുതണം. അടുത്തതാ കുളിക്കുമ്പോൾ എവിടെയെല്ലാം വെള്ളം ഒഴുക്കണം? കുളിക്കുമ്പോൾ എവിടെയൊക്കെ വെള്ളം ഒഴുക്കണം? കുളിയുടെ ഫർള് അല്ലേ? ശരീരം മുഴുവനും വെള്ളം ഒഴുക്കണം. അപ്പോൾ അത് എഴുതാം. കുളിക്കുമ്പോൾ ശരീരം മുഴുവനും വെള്ളം ഒഴുക്കണം. അപ്പോൾ ശരീരം മുഴുവനും എന്ന് എഴുതി കൊടുക്കാം. ഇനിയാ 2 ഹയലിൻ്റെ ഇടയിലുള്ള ശുദ്ധിയിൽ കുറഞ്ഞത് എത്ര ദിവസം? ഇത് ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. എല്ലാ എക്സാമിനും ചോദ്യം വരുന്നതാണ്. 2 ഹയലുകൾക്കിടയിലുള്ള
ശുദ്ധിയിൽ കുറഞ്ഞത് എത്ര ദിവസം, കുറഞ്ഞ ശുദ്ധികാലം എത്ര ദിവസം, അങ്ങനെയൊക്കെ വരും. എത്രയാണ്? 15 ദിവസമാണ്. 2 ഹൈലുകൾക്കിടയിലുള്ള ശുദ്ധിയിൽ കുറഞ്ഞത് 15 ദിവസം. മനസ്സിലാക്കുക. പിന്നെന്താണ്? ഫർലിൻ്റെ മറ്റൊരു പേര്. ഫർലിൻ്റെ മറ്റൊരു പേരാണ് വാജിബ്. വാജിബിന് ഫർലി എന്നും നമ്മൾ പഠിച്ചില്ല. അപ്പോൾ വാജിബ് എന്ന് എഴുതി കൊടുക്കാം. പിന്നെന്താണ്? ഹേലിൻ്റെ വയസ്സിൽ നിന്ന് ചുരുങ്ങിയത്. ഹേലിൻ്റെ വയസ്സിൽ നിന്ന് ചുരുങ്ങിയത് 9 വയസ്സാണ്. 9 വയസ്സ്. അപ്പോൾ അത് എഴുതാം. നമുക്കൊരു നെസ്സിൽ യോജിച്ചത് ചേർത്ത് കൊടുക്കാണ്ട്. അപ്പോൾ അതൊന്ന് യോജിപ്പിച്ച് കൊടുത്താലോ? വാജിബ്. വാജിബ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഒരു ഉദാഹരണം കണ്ടെത്തണം. വാജിബ് നിർബന്ധമായ കാര്യം. എന്താണ് ഇവിടെ നിർബന്ധമായ കാര്യം? വാജിബ് ളുഹ്ർ നിസ്കാരം, അത് നിർബന്ധമാണ്. അപ്പോൾ അതിൻ്റെ സി നമുക്കവിടെ എഴുതാം. എടുത്തതോ? ഹറാമുൻ. എന്താണ് ഹറാമായത് ഇവിടെ? പുരുഷൻ മുട്ട് മറിയാത്ത ട്രൗസർ ഇട്ട് നടക്കൽ. പുരുഷൻ മുട്ട് മറിയാത്ത ട്രൗസർ ഇട്ട് നടക്കൽ. അപ്പോൾ അത് അതിൻ്റെ ഏട്ട് ചെയ്ത് കൊടുക്കട്ടോ. ഹറാമാണ്. പിന്നെ മക്രൂഹ്. മക്രൂഹ് എന്താണ്? മക്രൂഹ് തല മറയ്ക്കാതെ നിസ്കരിക്കൽ. തല മറയ്ക്കാതെ നിസ്കരിക്കൽ മക്രൂഹാണ്. അപ്പോൾ അതിൻ്റെ ബി നമുക്കവിടെ എഴുതി കൊടുക്കാം. പിന്നെ മന്ദൂബ് സുന്നത്തായത് എന്താണ് ഇതിൽ? അദാൻ വിളിക്കൽ. അദാൻ വിളിക്കൽ സുന്നത്താണ്. അപ്പോൾ അതിൻ്റെ ഈ എഴുതാം. മുബാഹുൻ. മുബാഹുൻ ഹലാൽ. എന്താണ്? ബിരിയാണി കഴിക്കൽ ഹലാലാണ്. അപ്പോൾ അതിൻ്റെ ഡി എഴുതി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓപ്ഷനിൽ മറ്റെന്തെങ്കിലും ഉദാഹരണങ്ങൾ തരാം. നിർബന്ധമുള്ളതും ഹറാമായതും ഹലാലായതും ഒക്കെ. അപ്പോൾ നമുക്കത് മനസ്സിലാക്കി ഇതുപോലെ അടയാളപ്പെടുത്താൻ കഴിയണം കേട്ടോ. പിന്നെ അടുത്തത് എന്താണ്? അടുത്തത് ഹേല് എന്നാൽ എന്ത്? എന്താണ് ഹേല് എന്നാൽ എന്ത്? പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് ചില പ്രത്യേക സമയങ്ങളിൽ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് ഹൈള്. അപ്പോൾ അത് എഴുതി കൊടുക്കാം. ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തങ്ങൾ ഏതൊക്കെ എന്ന് ചോദ്യം വന്നാലോ? ഹൈള്, നിഫാസ്, ഇസ്തിഹാള, ഇതൊക്കെ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഷർഇൽ കുളി എന്നാൽ എന്ത്? അതായത് ഷർഇയായ കുളി എന്നാൽ എന്ത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഷർഇയായ കുളി? നിയ്യത്തോടു കൂടി ശരീരത്തിലെ മുഴുവൻ ഭാഗങ്ങളിലും വെള്ളം ഒഴുക്കലാണ് ഷർഇയായ കുളി. മനസ്സിലാക്കി പഠിക്കുക. നിയ്യത്തോടു കൂടി ശരീരത്തിലെ മുഴുവൻ ഭാഗങ്ങളിലും വെള്ളം ഒഴുക്കലാണ് ഷർഇയായ കുളി. അടുത്തത് എന്താണ്? വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാരണങ്ങളാണ് വലിയ അശുദ്ധി? അതായത് കുളി നിർബന്ധമുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ്. എന്തൊക്കെയാണ്? ഇന്ദ്രിയം സ്ഖലിക്കുക, സംഭോഗം ചെയ്യുക, ഹേളുണ്ടാവുക, നിഫാസ് ഉണ്ടാവുക എന്നീ കാര്യങ്ങളുണ്ടായാൽ വലിയ അശുദ്ധി ഉണ്ടാവും. എന്നീ കാര്യങ്ങളുണ്ടായാൽ വലിയ അശുദ്ധി ഉണ്ടാവും. ഇനി നിഫാസ് എന്നാൽ എന്ത്? പ്രസവത്തിന് ശേഷം പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. നിഫാസ് എന്നാൽ എന്തെന്ന്? പ്രസവത്തിന് ശേഷം പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. അടുത്തതാ വാജിബ് എന്നാൽ എന്ത്? എന്താണ് വാജിബ്? എന്താണ്? ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതുമാണ് വാജിബ്. അപ്പം അതുപോലെ നമ്മളെല്ലാം പഠിക്കണം. ഇതേപോലെ ഹറാം എന്തെന്ന് വരും. എന്താണ്? ചെയ്യൽ ശിക്ഷാർഹവും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതുമാണ് ഹറാം. ഓരോന്നിൻ്റെ ഉദാഹരണം പഠിക്കുക. വാജിബിന് എന്താണ്? 5 വക്ത് നിസ്കാരം. ഹറാമ് എന്താണ്? കള്ളു കുടിക്കൽ. പിന്നെ മക്രൂഹ് ചെയ്താൽ ശിക്ഷയില്ലെങ്കിലും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളത്. തല മറക്കാതിരുന്നാൽ ശിക്ഷയില്ല, പക്ഷെ തല മറച്ചാൽ അവിടെ നമുക്ക് കൂലിയുണ്ട്. അതാണ് മക്രൂഹ്, കറാഹത്ത് എന്ന് പറയും. പിന്നെന്താണ്? സുന്നത്ത് എന്താണ്? ചെയ്താൽ പ്രതിഫലമുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമാണ്. ചെയ്താൽ പ്രതിഫലമുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമാണ് സുന്നത്ത്. അതായത് സുന്നത്ത് നിസ്കാരങ്ങൾ, പിന്നെ എന്താണ്? അദാൻ വിളിക്കൽ, ഇതൊക്കെ എന്താണ്? സുന്നത്താണ്. പിന്നെ അതുപോലെ എന്താണ്? മുബാഹ് ഹലാല്. മുബാഹിൻ്റെ മറ്റൊരു പേരാണ് ഹലാല്. ചെയ്താലും ഉപേക്ഷിച്ചാലും ശിക്ഷയും കൂലിയും ഇല്ലാത്തത്. അതായത് സ്വാദുള്ള ഭക്ഷണം കഴിക്കുന്നത് പോലെ, നല്ല വസ്ത്രം ധരിക്കുന്നത് പോലെ. അപ്പോൾ അതൊക്കെ ഇതുപോലെ ചോദ്യം മാറി വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. പിന്നെന്താണ്? അഹ്കാമു ഷർഇയ്യ എത്ര? അഹ്കാമു ഷർഇയ്യ ഹംസത്തുൻ. അത് അതേപോലെ അതിൻ്റെ ബാക്കി എഴുതാൻ വരും. അഹ്കാമു ഷർഇയ്യത്തു ഹംസത്തുൻ. ഷർഇയായ വിധികൾ 5 അപ്പോൾ ഇവിടെ അഹ്കാമു ഷർഇയ്യ എത്രയെന്ന് വെച്ചാൽ 5. അവ ഏതെല്ലാം എന്ന് വെച്ചാൽ അവ വാജിബ്, സുന്നത്ത്, മക്രൂഹ്, ഹറാമ്, മുബാഹ് എന്നിവയാണ്. അങ്ങനെ എഴുതാം. പിന്നെ ഹറാമ് എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ചെയ്താൽ ശിക്ഷയുള്ളതും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതുമാണ് ഹറാമ്. പിന്നെ
ഗർഭാശയത്തിൽ നിന്ന് വരുന്ന രക്തങ്ങൾ ഏതെല്ലാം? നേരത്തെ മേലെ പറഞ്ഞിരുന്നു, ഞാൻ ഇതിലേത് ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ടില്ല, അതുകൊണ്ടാണ്. ഏതൊക്കെയാണ് ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്നത്? ഹൈള്, നിഫാസ്, ഇസ്തിഹാല. പിന്നെ ഹൈള് നിഫാസിനെയും കുറിച്ചിട്ട് 5 വരി കുറയാതെ എഴുതാൻ വന്നാൽ നമുക്ക് ആ പാഠത്തെ മനസ്സിലാക്കിയിട്ട് എഴുതാൻ കഴിയണം. ആദ്യം ഹൈള് എന്താണെന്ന് എഴുതാം, പിന്നെ നിഫാസ് എന്താണെന്ന് എഴുതാം, അതിലെ കുറഞ്ഞത് എത്ര, കൂടിയത് എത്ര, സാധാരണ എത്ര എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ ചേർത്ത് എഴുതുക. ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തങ്ങളാണ് ഹൈളും നിഫാസും. ഹൈള് രക്തം കുറഞ്ഞത് 24 മണിക്കൂറെങ്കിലും പുറപ്പെടണം, എന്നാലേ ഹൈളായി പരിഗണിക്കുകയുള്ളൂ. സാധാരണ 6-7 ദിവസം, കൂടിയാൽ 15 ദിവസം. 2 ഹൈളുകൾക്കിടയിലെ കുറഞ്ഞ ശുദ്ധികാലം 15 ദിവസമാണ്. പിന്നെ അതുപോലെ നിഫാസ്, പ്രസവത്തിന് ശേഷം പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. അത് കുറഞ്ഞത് 1 നിമിഷവും സാധാരണയിൽ 40 ദിവസവും കൂടിയാൽ 60 ദിവസമാണ്. ഹൈളും നിഫാസും സമയത്ത് നിസ്കാരവും നോമ്പും ഹറാമാണ്. നോമ്പ് ഖളാ വീട്ടണം, എന്നാൽ നിസ്കാരം ഖളാ വീട്ടേണ്ടതില്ല. മാത്രവുമല്ല അത് ഹറാമുമാണ്. അപ്പം ഇത്രയും ചേർത്തിട്ട് 5 വരി കുറയാതെ നമുക്ക് എഴുതാൻ കഴിയണം. അപ്പോൾ ഇത്രയാണ് നമുക്കിവിടെ ഈ ചോദ്യപേപ്പറിൽ വന്ന ചോദ്യങ്ങൾ. നമ്മുടെ 1, 2, 3 ചാപ്റ്ററാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക, വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.